ഹായ് ഗൈസ്, നിങ്ങൾ എത്ര പേര് 80 മാർക്കിൻ്റെ ലാംഗ്വേജ് പരീക്ഷ +1 എത്തിയതിനു ശേഷം എഴുതിയിട്ടുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കരയുന്ന സാഡ് സ്മൈൽ ഇടുക. എൻ്റെ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം കുട്ടികളും 80 മാർക്കിൻ്റെ ലാംഗ്വേജ് പരീക്ഷ ഇതുവരെ എഴുതിയിട്ടില്ല. അതിന് റീസൺ ഒന്ന്, ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ഒഫീഷ്യലായി ഇല്ലായിരുന്നു. 2, ഇനി ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ ക്ലാസ് ടീച്ചേഴ്സ് തന്നിരിക്കുന്ന, അതായത് നിങ്ങളെ ലാംഗ്വേജ് എടുക്കുന്ന ടീച്ചേഴ്സ് തന്നിരിക്കുന്ന ഒരു 20 മാർക്കിൻ്റെ അല്ലെങ്കിൽ 40 മാർക്കിൻ്റെ ഒക്കെ തട്ടിക്കൂട്ടി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ആ എക്സാം നിങ്ങൾ എഴുതിയിട്ടില്ല. അതിനാണ് കാര്യം. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ല എന്ന് പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ആ എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല എന്ന കാര്യം. കാരണം കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നിങ്ങൾ പഠിച്ച എക്സാം ഇതൊക്കെ 40 മാർക്കിനാണ്. ആൻഡ് അതിൻ്റെ സമയം കുറവായിരുന്നു. +1 എത്തിയുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ മാർക്ക് നേരെ ഡബിളായി. ടൈമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒറ്റയടിക്ക് ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പോൾ ഫിസിക്സോ മാത്സോ അല്ലെങ്കിൽ വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിലൊക്കെ നമുക്ക് നേരെ പഠിച്ച് അതിൻ്റെ ഉത്തരം എഴുതിയാൽ മതി അല്ലേ. മേ ബി ഒരു 2-3 ലൈൻ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയുമെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം. എന്നാൽ ലാംഗ്വേജിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് നേരമൊക്കെ എഴുതുന്ന ആലോചിച്ച് ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയാലല്ലേ മാർക്ക് തരാറുള്ളൂ. അപ്പോൾ ഈ സാധനം 80 മാർക്കിലേക്ക് ആകുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും പണി വാളാറുണ്ട്. അപ്പോൾ ഓണപ്പരീക്ഷ എഴുതിയിട്ടില്ല, ഓണപ്പരീക്ഷയിലേക്ക് എഴുതി കുറച്ച് മാർക്ക് കുറഞ്ഞോട്ടെ എന്നാണ് ഞാൻ പറയാം. കാരണം എന്തായിരുന്നു, നിങ്ങൾക്ക് അപ്പോഴത്തെ ക്രിസ്മസ് ആകുമ്പോൾ ഒരു ഐഡിയ കിട്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ 80 മാർക്ക് എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ ലഭിക്കുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അടിപൊളി സാഹിത്യബോധമുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട്. പക്ഷേ ഒരു നോട്ടൊന്നും ഭയങ്കര എന്തല്ല അത്ര ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടൊന്നും പല ടീച്ചേഴ്സിനും കൊടുക്കാൻ കഴിയാറില്ല അവരുടെ തിരക്കുകളൊക്കെ കാരണം. അപ്പോൾ കുട്ടികൾക്കാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറ്. സോ അത് പരിഹരിക്കാനാണ് എഡ്യൂപോർട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് നമ്മൾ ഇതുവരെ എടുത്ത ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, അതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുക കേട്ടോ. ഇന്ന് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ താഴെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നമ്മളുടെ സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്ട്സിൻ്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഏതൊക്കെ കിട്ടുകയെന്നല്ലേ, അവിടെ നോക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കേരളത്തിലെ എല്ലാ +1 കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യണം, ലാംഗ്വേജിൻ്റെ നോട്ട്സ് അയച്ചെടുക്കാൻ പോവാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ, എന്നാൽ അയച്ചിങ്ങനെ തുടങ്ങും. അയച്ചതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുമെങ്കിൽ ചിലപ്പോൾ മിസ്സാവും. താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ടാവും കേട്ടോ. ശരി, അപ്പോൾ മലയാളത്തിനാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട്, കാണാത്തവരുണ്ട് ഒന്ന് കാണുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, കാരണം മിസ്സാവും. അല്ലെങ്കിൽ ഇനി വരാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യം വരാറുണ്ട് കേട്ടോ. നമ്മുടെ മലയാളത്തിലെ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൻ്റെ ചാപ്റ്റർ സമ്മറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അറബിയിലോട്ട് പോവുകയാണെങ്കിൽ ഷെയ്ർ സാറോ എല്ലാം ഒരാളില്ല, അത് എഡ്യൂപോർട്ടിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ്. ഷെയ്ർ സാറ് കൃത്യമായിട്ട് ഇപ്പോൾ ഗ്രാമറിന് ഒരു എക്സാമ്പിളാണ്, സ്ത്രീയെ പുരുഷനാക്കി മാറ്റി എഴുതുന്ന ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ അല്ലേ, അതൊക്കെ സാറ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചാപ്റ്റർ സമ്മറി ചാപ്റ്റർ ഒന്നും അറിയില്ല, ഇനി ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ പോലും എളുപ്പത്തിൽ എഴുതാനുള്ള ട്രിക്കൊക്കെ സാറ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ വീഡിയോസൊക്കെ നോക്കുക. ഇതിൻ്റെ എല്ലാ നോട്ടും നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ പോവുകയാണ്. ഹിന്ദിയുടെ കേസിലാണെങ്കിൽ ഹിന്ദി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നോട്ടിൻ്റെ കേസിൽ. അപ്പോൾ ദോഹ കബീർദാസിൻ്റെ ദോഹയ്ക്ക് വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ചാന്തോർ കവിയുടെ ഹിന്ദിയുടെ അതിൻ്റെ വളരെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ലെറ്റർ എഴുതാനുള്ള കിടിലൻ ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരും കേട്ടോ, ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ഉറുദുവിലാണെങ്കിൽ നമ്മൾ 3-4 വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട്, അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. തീർന്നില്ല, ഇന്നത്തോടുകൂടി കംപ്ലീറ്റ്, ഇന്ന് രാത്രി നടക്കുന്ന 7 മണിയുടെ ലൈവിൽ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഒറ്റയടിക്ക് റിവൈസ് ചെയ്യും. അതിൻ്റെ നോട്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് ലൈവിന് ശേഷമായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ലൈവിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം കേട്ടോ, ലൈവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈവിൻ്റെ ഇടയ്ക്ക് നമുക്ക് സെൻഡ് ചെയ്യാം. സോ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തോളൂ. ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ നോട്ട് കിട്ടില്ല, പലപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രമിക്കുമ്പോൾ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫുള്ളാവും. അപ്പോൾ ഞങ്ങൾ നോട്ട് അയച്ചിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് അടുത്ത കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യും, പിന്നെ നോട്ടായിരിക്കും, ഒരുപാട് ടൈം വേസ്റ്റ് ആവും. സോ വേഗം ഫില്ലായിക്കോ. വാട്സപ്പ് കമ്മ്യൂണിറ്റി അടിച്ചു പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ പുതിയ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ പ്രിപ്പയർ ആയിട്ടിരിക്കുക, നോട്ട് വായിച്ച് പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ നോട്ട് ലഭിക്കട്ടെ. ഇന്നത്തെ ലൈവിൻ്റെ ലിങ്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. സോ ബൈ.